പമ്പാ നദിയിൽ കുളിക്കാനിറങ്ങിയ മകനെ രക്ഷിക്കുവാൻ ചാടിയ വല്യച്ഛനും മകളും മുങ്ങി മരിച്ചിട്ട് ഒരാഴ്ച പോലും തികയും മുന്നേ മറ്റൊരു ദാരുണമായ വാർത്ത കൂടി എത്തിയിരിക്കുകയാണ്. കോഴിക്കോട് ചാത്തമംഗലത്താണ് നാടിനെ ഞെട്ടിച്ച ഒരു കുടുംബത്തിലെ 3 പേർ ഇന്നലെ മുങ്ങി മരിച്ചത്. പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോഴായിരുന്നു സംഭവം. വയനാട്ടിൽ നിന്ന് അമ്മ വീട്ടിലേക്ക് വിരുന്നിനെത്തിയ അദ്വൈതിനും അമ്മമാരായ മിനിക്കും ആതിരയ്ക്കുമാണ് അപ്രതീക്ഷിതമായി ജീവൻ നഷ്ടപ്പെട്ടത്. എന്നാൽ മകൻ അദ്വൈത് മരിച്ചതറിയാതെ അദ്വൈതിൻ്റെ അമ്മ സനൂജ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. വയനാട്ടിൽ നിന്ന് സനൂജയുടെ വീട്ടിലേക്ക് വിരുന്നിനെത്തിയതായിരുന്നു മിനിയും ആതിരയും അവരുടെ മക്കളും. സനൂജയെയും അദ്വൈതിനെയും കൂട്ടിയാണ് പിലാശ്ശേരി പുളിക്കമണ്ണ് കടവിൽ ഇന്നലെ വൈകിട്ട് കുളിക്കാനെത്തിയത്. ആദ്യം പുഴയിലേക്കിറങ്ങിയ മിനിയും 12 വയസ്സുകാരൻ അദ്വൈതും വെള്ളത്തിനടിയിലേക്ക് മുങ്ങിത്താഴുന്നത് കണ്ട് രക്ഷിക്കാൻ എടുത്തു ചാടിയതാണ് അദ്വൈതിൻ്റെ അമ്മ സനൂജയും ആതിരയും. കരയിൽ നിന്ന ആതിരയുടെയും മിനിയുടെയും മക്കൾ കരഞ്ഞ് ബഹളം വച്ചതോടെ സമീപത്തെ വീട്ടുകാരാണ് ഈ സംഭവം ശ്രദ്ധിച്ചത്. ഉടനെ ആളുകൾ ഓടിക്കൂടി 4 പേരെയും പുറത്തെടുത്തെങ്കിലും 3 പേരും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള സനൂജ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതുവരെയും മകൻ മരിച്ചത് അറിഞ്ഞിട്ടില്ല. മൃതദേഹങ്ങൾ ഉടൻ തന്നെ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. കഴിഞ്ഞ ആഴ്ചയാണ് പമ്പാ നദിയിൽ കുളിക്കാനിറങ്ങിയ ഒരു കുടുംബത്തിലെ 3 പേർ മുങ്ങിമരിച്ചുവെന്ന ദാരുണമായ വാർത്ത എത്തിയത്. പമ്പയിലെ പുതുശ്ശേരിമല സ്വദേശി അനിൽ, മകൾ നിരഞ്ജന എന്ന അമ്മു, അനിലിന്റെ സഹോദരന്റെ മകൻ ഗൗതം എന്നിവരാണ് അന്ന് മരിച്ചത്. പുഴയ്ക്ക് സമീപത്ത് തന്നെ വാടകയ്ക്ക് താമസിക്കുകയായിരുന്ന ഇവർ തുണിയലക്കാനും കുളിക്കാനും മറ്റുമായാണ് മുണ്ടപ്പുഴ ചന്തക്കടവിലെ പമ്പ് ഹൗസിനടുത്ത് എത്തിയത്. അനിൽകുമാർ, നിരഞ്ജന, ഗൗതം എന്നിവരെ കൂടാതെ അനിലിന്റെ ഭാര്യ അനിത, ഗൗതമിന്റെ അമ്മ സീനമോൾ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. അനിതയും സീനമോളും തുണികൾ കഴുകുകയും അനിൽ അവ കഴുകിയെടുക്കുകയും അമ്മുവും ഗൗതമും ചേർന്ന് അവ പാറയിൽ വിരിച്ചിടുകയുമായിരുന്നു. ഇതിനിടെയാണ് ഗൗതം തുണി വിരിക്കുന്നത് നിർത്തി ആറ്റിലേക്ക് ഇറങ്ങിയത്. പ്രതീക്ഷിക്കാതെ ഒഴുക്കിൽപ്പെട്ടു. ഗൗതമിനെ പിടിക്കാൻ അനിൽകുമാർ പിന്നാലെ ചാടി. ഇരുവരും ഒഴുക്കിൽപ്പെടുന്നത് കണ്ട് മകൾ നിരഞ്ജനയും ഇറങ്ങി. പിന്നാലെയാണ് അനിത ചാടിയത്. കടവിൽ നിന്നിരുന്ന ആനപ്പാറമല സ്വദേശി പ്രസന്ന സാരിയിട്ട് കൊടുത്ത് നിരഞ്ജനയെ രക്ഷിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും അച്ഛൻ പോകുന്നെന്ന് പറഞ്ഞ് പിന്നാലെ നീങ്ങുകയായിരുന്നു നിരഞ്ജന. അച്ഛനെ തിരയുന്നതിനിടയിൽ സാരിയിൽ പിടിച്ച് രക്ഷപ്പെടാൻ നിരഞ്ജന തയ്യാറായില്ല. പമ്പ് ഹൗസ് ഓപ്പറേറ്റർ അവിടെ നിന്നും ഉയരം കൂടിയ കോവണിയുമെടുത്ത് ഓടിയെത്തിയപ്പോഴേക്കും മൂവരും കയത്തിൽ മുങ്ങിത്താണു. തുടർന്ന് നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് നടത്തിയ തെരച്ചിലിൽ മൂവരുടെയും മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. MS ഹയർ സെക്കൻഡറി സ്കൂൾ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഗൗതം പഠനത്തിലും മികവ് പുലർത്തിയിരുന്നു. കലോത്സവത്തിൽ അറുപനമുട്ടിൽ A ഗ്രേഡ് നേടിയ സംഘത്തിലും ഗൗതം ഉണ്ടായിരുന്നു. ചിറ്റ ഗവൺമെന്റ് HSS +2 വിദ്യാർത്ഥിയാണ് നിരഞ്ജന. പമ്പാ നദിയിൽ സംഭവിച്ച ഈ ദാരുണമായ മരണവാർത്തയുടെ വേദന മാറും മുന്നെയാണ് കോഴിക്കോട് നിന്നും മറ്റൊരു മുങ്ങിമരണം കൂടി എത്തിയത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.